മമ്മൂക്കയുടെ എൻട്രിക്ക് ശേഷമാണ് അത് മാറി മാറ്റം വന്നത്. തീർച്ചയായിട്ടും ആ കാര്യത്തിൽ മമ്മൂക്കയെ പ്രത്യേകം പ്രശംസിക്കേണ്ടതുണ്ട്. കർട്ടൻ നീങ്ങി എല്ലാവരും കൂടെ കൈയടിച്ച് കഴിഞ്ഞ് ഇങ്ങനെയാക്കി കുറച്ച് കഴിയുമ്പോൾ അയ്യോ കളിച്ചേച്ചി എനിക്ക് വയ്യ. എൻ്റെ അമ്മ നിൻ്റെ ചക്കിയായിരുന്നു കമ്മിറ്റ് ചെയ്ത ഫിലിം. പക്ഷെ റിലീസായത് നിറക്കൂട്ടാണ്. തോലനാണ് ഏറ്റവും ഇഷ്ടം. ഒരു അമ്മ ഒരു കഥ പറഞ്ഞു തരും, ഒരു കണ്ടംപൂച്ചയുടെയും കുറുക്കൻ്റെയും. കുഞ്ഞിലെ എന്തിനാന്ന് വെച്ചാൽ എല്ലാ വിഭവങ്ങളുടെയും പേരറിയാൻ. കാരണം ആ സമയത്ത് ഡയറക്ടർ ആക്ഷൻ എന്ന് പറയുമ്പം ഞാൻ എന്ത് ചെയ്യുന്നു അതേ അറിയത്തുള്ളൂ. ഞാൻ എൻ്റെ ഒരു സിനിമയ്ക്കും പുരസ്കാരത്തിന് വേണ്ടി അഭിനയിക്കാറില്ല. കിട്ടിയാൽ സന്തോഷം, കിട്ടിയില്ലേ അതിനേക്കാൾ സന്തോഷം, അത്രയേ ഉള്ളൂ. ജനം ടി വിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദ്യമായ ഓണാശംസകൾ. സുന്ദരി നീയും സുന്ദരൻ ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. ചലച്ചിത്ര പ്രേമികൾ മൂളി നടക്കുന്ന ഒരു പാട്ട്. ആ പാട്ട് പാടുമ്പോൾ ഓർമ്മയിൽ ഓടിയെത്തുന്ന രണ്ട് മുഖങ്ങളുണ്ട്. അതിൽ ഒരു മുഖമാണ് ഇന്ന് ഞങ്ങളോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത്. ഒരു ക്ലൂ കൂടി തരാം. ഉർവശി ഉർവശി ടേക്ക് ഇറ്റ് ഈസി ഉർവശി. ഇപ്പോൾ എന്തായാലും പ്രേക്ഷകർക്ക് വ്യക്തമായല്ലോ ആരാണ് ഇന്ന് ജനം ടി വിയുടെ അതിഥിയായി ഈ സുദിനത്തിൽ എത്തിയിരിക്കുന്നതെന്ന്. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട മഹാനടി ഉർവശ്രീ ഉർവശി. ഉർവശി മേഡത്തെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഞാൻ ആദ്യം തന്നെ ഞാൻ നല്ല വാക്കാ പറഞ്ഞത്, സുന്ദരി നീയും. ഒരു സുന്ദരനും ഒരു സുന്ദരി. അതെ, കണ്ടപ്പം എനിക്ക് തോന്നി ഒരു നല്ലൊരു സംഗീത കച്ചേരിയോ അങ്ങനെയുള്ള ചില സംഭവങ്ങളും ഒരു സുന്ദരിയുടെ ഡാൻസും അങ്ങനെയൊക്കെ ആവാൻ തോന്നി. നല്ല ഗെറ്റപ്പ്. അനിലിനെ ഇങ്ങനെ കാണാനാ നല്ലത്. ആണല്ലേ? ഈ ഓണമൊക്കെ വരുമ്പോഴേ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. അങ്ങനെയല്ലേ പറ്റുള്ളൂ നമുക്ക്. വല്ലപ്പോഴും ആഘോഷങ്ങൾക്ക് അങ്ങനെ. അതെ അതെ, അങ്ങനെയല്ലേ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോഴല്ലേ ഈ വേഷത്തിലൊക്കെ കയറാൻ പറ്റുള്ളൂ. ശരി, എന്തായാലും കുഴപ്പമൊന്നുമില്ലല്ലോ. സൂപ്പറായിരിക്കുന്നു. ഞാൻ ഇതിടാൻ കാരണം എന്ന് വെച്ചാൽ കാരണം ഇതിനൊരു തമിഴ് ടച്ച് കൂടി ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. തമിഴല്ല, നോർത്ത് ഇന്ത്യൻ ടച്ചൊക്കെ ഉണ്ട്. അല്ല, പക്ഷേ ഈ ഇത് കണ്ടില്ലേ, അത് സർവാണിയാന്നോ പിന്നെ ഇതുവാന്നോ ഒരു പുതിയ നല്ല രസമുള്ള. സർവാണിക്ക് നല്ല ഇറക്കമുണ്ട്, ഇച്ചിരി ഇറക്കം കുറവാണ്. അപ്പം മുണ്ടിൻ്റെ കൂടെ നന്നായിരിക്കും. നല്ലതാ. ഇപ്പോൾ കുഴപ്പമില്ല. നല്ല സൂപ്പറാ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓണം ഓർമ്മകളിൽ നിന്ന് തുടങ്ങാം അല്ലേ? തിരുവനന്തപുരത്തുണ്ടായിരുന്നു കുറേ കാലം, പിന്നെ ചെന്നൈയിലോട്ട് പോയി. എവിടെയായിരുന്നു ഗംഭീരമായി അടിച്ചു പൊളിച്ച് ഓണം ആഘോഷിച്ചത്? അതെപ്പോഴും ബാല്യത്തിലെ ഓണത്തിൻ്റെ അത്രയും നിഷ്കളങ്കമായ ഒരു സന്തോഷം നമുക്ക് പിന്നെ പിന്നെ കിട്ടത്തില്ലല്ലോ. ഓണക്കോടി ഇപ്പോൾ ആർട്ടിസ്റ്റ് ആയതിനു ശേഷം നമ്മൾ എന്നും എത്ര ഡ്രസ്സാണ് ചേഞ്ച് ചെയ്യുന്നത് നമ്മൾ സിനിമയിൽ. അപ്പോൾ അതിനോട്ടുള്ള ആകർഷണം കുറഞ്ഞു. ഇതിപ്പോൾ ഓണക്കോടി എന്ന് പറയുമ്പോൾ രണ്ട് ചേച്ചിമാരാണ്. അവരിട്ട ഡ്രസ്സൊക്കെ അവർ വളരും തോറും ഞാനാണ് ഇടേണ്ടേ. അപ്പോൾ പിന്നെ എനിക്ക് കിട്ടുന്ന ഓണത്തിനും വിഷുവിനും ഒക്കെ അല്ലേ പുതിയ ഡ്രസ്സ് പ്രധാനമായിട്ടും കിട്ടുന്നത്. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. ഓണക്കോടി ഏത് നിറവായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ സ്കൂളിൽ പോകണം. ഇത് കൊണ്ടത് കാണിക്കണമല്ലോ സ്കൂളിൽ ഓണക്കോടി. ഓണം കഴിഞ്ഞ് പോകുമ്പോൾ ആദ്യത്തെ ദിവസം അതിട്ടുണ്ടാ പോകുന്നത്. അന്നെങ്ങനെയാ പാവാടിയും ബ്ലൗസും? ചുരിദാറൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ? അയ്യോ ഇല്ല, അതൊന്നുമില്ല. അന്ന് എനിക്ക് എൻ്റെ ഓർമ്മയിൽ ലുങ്കിയും ബ്ലൗസും എന്നും പറഞ്ഞൊരു ഈ മാലിയിലും ശ്രീലങ്കയിലും ഒക്കെ ഇടും പടവും ഒക്കെ ഉള്ളൊരു തരം പ്രത്യേക പാവാട പോലെ, എന്നാൽ ഷേപ്പില്ല, ലുങ്കി പോലിരിക്കും. അത് ലുങ്കി ഷർട്ടും എന്നാണ് അതിൻ്റെ പേര്. കോളറുള്ളതും കാണും. അപ്പം ഓണത്തിന് എനിക്ക് അതാ വാങ്ങിച്ചെന്നെ. ഞങ്ങൾക്ക് 3 പേർക്കും. അപ്പം ഇത് വേറെ ആരും ഇട്ടിട്ടില്ല അവിടെ. എൻ്റെ അമ്മ നല്ല മോഡേണാണ്. അമ്മയുടെ ചെറുപ്പത്തിലൊന്നും നല്ല മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള ആളാണ് അമ്മ. അപ്പോൾ അമ്മ അത് ഏറ്റവും നല്ല മോഡേണായിട്ടുള്ള വാങ്ങിച്ചു തരും. ഇങ്ങനെ പറക്കുന്ന ഫ്രോക്ക്, അതൊക്കെ ആ ഓണങ്ങളൊക്കെയാണ് സന്തോഷം. ഓണപ്പാട്ട് ഒക്കെ ആസ്വദിക്കാറുണ്ടോ? ഒരുപാട് ഓണപ്പാട്ട്. ഓണപ്പൂവേ ആ പാട്ട് ഇഷ്ടമാണ്. തിരുവോണ പുലരിതൻ അതിഷ്ടമാണ്. അങ്ങനെ കുറേ പാട്ടുകളുണ്ട് ഓണത്തിന്. പാടാറുണ്ടോ? പാടാൻ ഇപ്പം ഇതിൽ എനിക്ക് പാടാമല്ലോ. എൻ്റെ പാട്ട് കൊള്ളാമെങ്കിലും ഇല്ലെങ്കിലും എൻ്റെ ബാത്റൂമിലും എൻ്റെ വീട്ടിലും ഞാൻ ഇഷ്ടം പോലെ പാടാറുണ്ട്. 2 കൽപ്പിച്ച് പാടും ഞാൻ.
അപ്പോൾ ഇപ്പോൾ ഏറ്റവും വലിയ ആസ്വാദകൻ ശിവൻ ചേട്ടനായിരിക്കും. ശിവൻ ചേട്ടനായിരിക്കും. ആസ്വദിക്കുന്നില്ല, പക്ഷെ എന്നാലും ഞാൻ പാടും. ഓണസദ്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം ഏതാ? ഓലൻ. ഓലനാണ് നമ്പർ 1. നമ്പർ 1 എനിക്ക് ഓലനാണ് ഏറ്റവും ഇഷ്ടം. ഒരു അമ്മ ഒരു കഥ പറഞ്ഞു തരും, ഒരു കണ്ടം പൂച്ചയുടെയും കുറുക്കൻ്റെയും. കുഞ്ഞിലെ എന്തിനാന്ന് വെച്ചാൽ എല്ലാ വിഭവങ്ങളുടെയും പേരറിയാൻ. ഒരു കണ്ടം പൂച്ച എന്നും അപ്പുറത്തുള്ള കല്യാണ മണ്ഡപത്തിൽ പോയി ചോറുണ്ണാൻ പോകും. എന്നിട്ട് ദിവസവും പോയി വയറ് നിറച്ച് കഴിക്കുമ്പോൾ കുറുക്കൻ ചോദിച്ചു, എനിക്ക് വിശക്കുന്ന്, എന്നെയും കൂടെ കൊണ്ടുപോകുമെന്ന് പറയും. കൊണ്ടുപോകാം, പക്ഷെ നീ സന്തോഷം വരുമ്പോൾ അവിടെ കൂവരുത്. അങ്ങനെ കൊണ്ടുപോയപ്പോൾ ഇലയിട്ടു, തൂശനില വിളമ്പി, ഇഞ്ചിക്കറി, ഉപ്പ് വിളമ്പി, പിന്നെ ഇഞ്ചിക്കറി, മാങ്ങാക്കറി, നാരങ്ങാക്കറി, പിന്നെ കാളൻ, ഓലൻ, എരിശ്ശേരി, പുളിശ്ശേരി, അവിയൽ, തോരൻ, മെഴുക്ക് വരട്ടി, തീയൽ, പിന്നെ പരിപ്പ്, പപ്പടം, നെയ്യ്, സാമ്പാർ. ഈ വിഭവമൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഭയങ്കര കൊതിയാണ് നമുക്ക് കേൾക്കാൻ. അമ്മ കണ്ടംപൂച്ചയുടെ കഥ പറയാമ്മ എന്നും പറഞ്ഞിരിക്കും ഞങ്ങൾ. എൻ്റെ മോക്കും ഞാൻ ആ കഥയാണ് പറഞ്ഞു കൊടുത്തത്, എൻ്റെ മോനും ഞാനിപ്പോൾ ആ കഥയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം എൻ്റെ മോനും എലിശ്ശേരി, പുലിശ്ശേരി, തമിഴ്നാട്ടിലല്ലേ ജീവിക്കുന്നത്, അതൊക്കെ ഏകദേശമൊക്കെ അറിയാം. അപ്പോൾ എനിക്ക് ഓലൻ ഇഷ്ടമാണ്, പിന്നെ എരിശ്ശേരി ഇഷ്ടമാണ്, മത്തങ്ങയും പയറും ഇട്ടിട്ടില്ലേ എരിശ്ശേരി ഇഷ്ടമാണ്, ഇഞ്ചിക്കറി ഇഷ്ടമാണ്. പുളിയിഞ്ചി അല്ല, പുളിയിഞ്ചിയിൽ ഒരുപാട് ശർക്കര ഇടും, ഇഞ്ചിക്കറിയിൽ ശർക്കര ഇടും, അതൊരു ചെറിയ മധുരമാണ്, അതിഷ്ടമാണ്. പിന്നെ മാമ്പഴ പുളിശ്ശേരി ഇഷ്ടമാണ്, പിന്നെ ശർക്കര വരട്ടി, പായസം. മധുരം അങ്ങനെ കഴിക്കത്തില്ലായിരുന്നു ഞാൻ കൊച്ചിലെ. പായസമൊക്കെ പേരിനെ കഴിക്കും. അതെന്തുവാന്ന് എനിക്കറിയാൻ വയ്യ. എരിവായിരുന്നു ഇഷ്ടം, കാന്താരിയുടെ ചമ്മന്തിയും അങ്ങനെ ഇങ്ങനെ അതായിരുന്നു ഇഷ്ടം. പിന്നെ അടപ്രഥമൻ ഇഷ്ടമാണ്, പ്രഥമൻ, ശർക്കര ഇട്ടുണ്ടാക്കുന്ന പ്രഥമൻ. അതുപോലെ കടലപ്രഥമൻ തിരുവനന്തപുരത്ത് വലിയ പ്രസിദ്ധമായിരുന്നു, അതുപോലെ പ്രഥമൻ ഇഷ്ടമാണ്. പായസം എന്ന് പറയുമ്പോൾ ഞാൻ അമ്പലപ്പുഴ പാൽപ്പായസം ഏറ്റവും ഇഷ്ടപ്പെട്ട് കഴിക്കുന്നത്. ഞാൻ അമ്പലപ്പുഴ പോയാലും ആലപ്പുഴ പോയാലും അമ്പലപ്പുഴയിൽ നിന്ന് വാങ്ങിച്ച് 5 ലിറ്റർ ക്യാനി വാങ്ങിച്ചുകൊണ്ട് പോകും പണ്ട് ഫ്ലൈറ്റിൽ. ഗുരുവായൂർ പോകുമ്പോഴും വാങ്ങിച്ചുകൊണ്ട് പോകും. അടപ്രഥമൻ ഇഷ്ടമാണ്, പക്ഷേ പൊതുവെ അങ്ങനെ മധുരത്തിനോട് ഭയങ്കര ഭ്രമമില്ല. പൂക്കളൊക്കെ ഇടും. പിന്നെ ഞങ്ങൾ 3 പേരും ഞങ്ങൾ എന്തെല്ലാം തരത്തിലെ പൂക്കളുണ്ടോ അതെല്ലാം ഇടും. അത് അല്ല, അന്ന് സുലഭമായിട്ട് കിട്ടുമായിരുന്നല്ലോ, ഇപ്പം ഇല്ല. പക്ഷെ മദ്രാസിൽ പോയതിന് ശേഷവും ഈ പൂവിടല അപ്പോഴാണ് അതിൻ്റെ പ്രാധാന്യം നമ്മൾ അറിയുന്നത്. കാരണം ഈ 10 ദിവസം നമ്മുടെ വീട്ടിലെ വിഭവങ്ങൾ മറ്റുള്ളവർക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. അപ്പോൾ ഓരോന്നും അവർ ചോദിക്കും, ഇത് എന്നത്, ഇത് എതുക്ക്, ഇവളവ് എതുക്ക്, അവിയൽ ഇருக்கு, എല്ലാ കായും ഇருக்கு. നമ്മുടെ സാമ്പാർ പോലെ ലോകത്തെങ്ങും ഇല്ല. കാരണം ഉരുളക്കിഴങ്ങും ചേമ്പും ചേനയും ഇട്ട് പരിപ്പും സർവ്വമലക്കറിയും ഇട്ടിട്ടുള്ള സാമ്പാർ വേറെങ്ങുമില്ല. തമിഴ്നാട്ടിലൊക്കെ ഒരു മലക്കറി ഇട്ടുള്ള സാമ്പാറാണ്. ഇന്നേക്ക് അവരക്കാ സാമ്പാർ, ഇന്നേക്ക് കത്തിരിക്ക സാമ്പാർ, അങ്ങനെ. നമുക്ക് അവിയലിനും എല്ലാ മലക്കറിയും ഉണ്ട്, എല്ലാത്തിൻ്റെയും മിക്സ് ആണല്ലോ, എല്ലാം മിക്സ്. സാമ്പാറിനും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ടുപോകുമ്പോൾ വലിയ സന്തോഷമാണ്. പ്രഥമനൊക്കെ കൊണ്ടുപോയിട്ട് പിന്നെ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒന്നും അറിഞ്ഞുകൂടെങ്കിലൊക്കെ അടിച്ചു വിടും. പിന്നെ പയറ് വറുത്ത പായസമുണ്ട്, ചെറുപയർ വറുത്ത് കഴിച്ചിട്ടുണ്ടോ? ഇല്ല. നല്ലതാ ചെറുപയർ വറുത്ത പായസം, കഴിച്ചിട്ടില്ലേ? അയ്യോ, ഉണ്ടാക്കി തന്നാൽ മതി, ഞാൻ ഒരു ദിവസം വരാം മദ്രാസിലോട്ട് വീട്ടിൽ. ചെറുപയർ പായസമുണ്ട്, ഗോതമ്പ് റവയുടെ പായസമുണ്ട്, അത് വറുത്തിട്ടുള്ള പായസം അത് കഴിച്ചിട്ടുണ്ട്. അതും അവല് പായസമുണ്ട്. ചെറുപയറിൻ്റെ പായസം നല്ലതാണ്. പ്രഥമനാ, പായസമല്ല പ്രഥമൻ, ശർക്കരയും തേങ്ങാപ്പാലും ഒഴിച്ചത്, അതൊക്കെ നല്ല ടേസ്റ്റാണ്. പണ്ട് സജീവമായിരുന്ന സമയത്ത് ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ നിന്നും ലൊക്കേഷനുകളിലേക്ക് ഓടിക്കൊണ്ടിരുന്ന സമയത്ത് ഓണത്തിനും അങ്ങനെ ഷൂട്ടിങ്ങിൽ സജീവമായിട്ടുള്ള ഷൂട്ടിങ്ങാണ് സമയമൊക്കെ മിക്കവാറും. ഷൂട്ടിങ് ചിലപ്പോൾ റോഡിൻ്റെ സൈഡിലൊക്കെ നിന്നിട്ടൊക്കെ ആയിരിക്കും ഉണ്ണുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ഓണത്തിന് ഷൊർണൂർ ഷൂട്ടിങ്ങാണ്. വേറെ നിവൃത്തിയില്ല, നമുക്ക് ഇരുന്നുണ്ണാൻ സ്ഥലമില്ല, റോഡാ. പക്ഷെ അന്ന് ഇന്നത്തെ പോലെ ക്രൗഡഡ് അല്ല. ഒറ്റപ്പാലം, ചെറുതുരുത്തി, ഷൊർണൂർ ആ ഏരിയയൊക്കെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ, പക്ഷെ നമുക്ക് സമയമില്ല. അപ്പോൾ അതുകൊണ്ട് പാത്രത്തിലെടുത്ത് റോഡ് സൈഡിൽ നിന്നപ്പം അവരുടെ അപ്പുറത്തെ ഇപ്പുറത്തെ ആൾക്കാരൊന്നും, അയ്യോ ഒരു ഓണത്തിന് പോലും ഇതുങ്ങൾക്ക് ഇരുന്നുണ്ണാൻ ഇതില്ലല്ലോ, മോള് പോകാൻ നമ്മുടെ വീട്ടിൽ അവിടെ ഇരുന്ന് കഴിക്കാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അയ്യോ അത് കുഴപ്പമില്ല, ഞങ്ങൾക്കത് സന്തോഷമല്ലേ. അല്ല, നേരത്തെ പറഞ്ഞു, കാരണം അങ്ങനെയുള്ളൊരു പശ്ചാത്തലമായിരുന്നു.
അച്ഛൻ നാടകം വളരെ സജീവമായിട്ട് വീട്ടിൽ ഡിസ്കഷനൊക്കെ നടക്കുന്നു. പക്ഷേ എന്നിട്ടും ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ലല്ലോ അഭിനയത്തോട്? ഇല്ല ഇല്ല, ഇല്ലാത്തത് വേറൊന്നും കൊണ്ടല്ല, നമുക്ക് ഈ പണി പറ്റത്തില്ല. ശൈയല്ല, ആത്മവിശ്വാസം ഒട്ടും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരു കലാപരിപാടിക്കും സ്കൂളിലും പങ്കെടുക്കാൻ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. അതേസമയം 2 ചേച്ചിമാരും നന്നായിട്ട് അവരെയും കൂടെ ഞാൻ ബുദ്ധിമുട്ടിക്കും. 3 പേരെയും കൂടെ ഒരുമിച്ച് സ്റ്റേജിൽ ഒരുപോലെ ഡ്രസ്സ് ഇടിയിച്ച് വലിയ ഈ ചായ ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ട് ടീച്ചേഴ്സിനൊക്കെ വലിയ ഇൻട്രസ്റ്റാണ്. അപ്പോൾ ഒന്നുപോലെ ഡ്രസ്സ് ഇടിയിച്ച് അപ്പോൾ ടീച്ചറിൻ്റെ വീട്ടിൽ ജ്യൂസൊക്കെ തരും. അന്ന് ജ്യൂസൊക്കെ വലിയ അപൂർവമല്ലേ, കളറായിട്ടുള്ള ജ്യൂസ് അതൊക്കെ കലക്കി തരും. പിന്നെ അലുവയൊക്കെ തരും. അപ്പോൾ ഇതിൻ്റെ താല്പര്യത്തിന് പഠിക്കാൻ പോകും, അതൊക്കെ തിന്നാൻ വേണ്ടി പോകും. പ്രോഗ്രാമിൻ്റെ അന്ന് 3 പേരും കൂടെ കൈകോർത്ത് ഡാൻസ് ചെയ്യുന്നത്, 3 പേരും കൂടെ ഉള്ള സ്റ്റെപ്പുകളായിരിക്കുമല്ലോ, ഇങ്ങനെയൊക്കെയുള്ള സ്റ്റെപ്പൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതിന് ഒരാൾ വിട്ടുപോയാൽ ബാക്കി 2 പേർക്ക് മാനേജ് ചെയ്യാനൊന്നും അറിയാൻ വയ്യ. അവൻ സ്റ്റേജിൽ കയറി കർട്ടൻ നീങ്ങി എല്ലാവരും കൂടെ കൈയടിച്ച് കഴിഞ്ഞ് ഇങ്ങനെയാക്കി കുറച്ച് കഴിയുമ്പോൾ അയ്യോ കളിച്ചേച്ചി എനിക്ക് വയ്യ, ബോധം കെട്ടപ്പോഴേ വീഴും. അഭിനയാണോ അതോ? അല്ലല്ലല്ല, എനിക്ക് ഈ ക്രൗഡിനെ ഫേസ് ചെയ്യാൻ പറ്റില്ല. ഇവരുടെ കയ്യടിയും ബഹളവും ലൈറ്റും ഒക്കെ കാണുമ്പം എനിക്ക് ബ്ലാക്ക് ഔട്ട് ആവും. എനിക്ക് എന്തോ എനിക്ക് പേടിയോ എന്തൊക്കെയോ വരും. എന്താണെന്ന് എനിക്കറിയാൻ വയ്യ. അപ്പം മിനിച്ചേച്ചിക്കാണ് ഏറ്റവും വിഷമം. വൃത്തിയട്ട ജന്തുവിനെ വേണ്ടെന്ന് പറഞ്ഞാൽ അമ്മ കേൾക്കത്തില്ല. ഈ ടീച്ചർ, ഈ ഇന്ദിര ടീച്ചറാണ് ഇതെല്ലാം ചെയ്തതെന്ന് പറയും. അപ്പം എന്നെ അതുങ്ങൾക്ക് പൊക്കാനൊക്കെ തരില്ലോ. ടീച്ചർ വന്ന് പൊക്കിയെടുത്ത് അങ്ങോട്ട് പോയിട്ട് കളിക്കുന്നു 2 പേരും ഇടും. അപ്പോൾ കളിച്ചേച്ചി ഇങ്ങോട്ട് നോക്കി തന്നെ കളിക്കും. കാരണം നമുക്ക് വിഷമോ, എൻ്റെ കാര്യം നോക്കണമല്ലോ. അതോടെ ഡാൻസ് 2-3 സ്റ്റെപ്പ് കഴിയുമ്പം പിള്ളേരെല്ലാം കൂടെ ചിരിക്കും. പിന്നെ ടീച്ചറകത്ത് കയറി വരാൻ പറയും. അല്ല, എന്നിട്ട് എങ്ങനെ ഈ അത്ഭുതം സംഭവിച്ചു? എന്തോ അതൊക്കെ 13ാമത്തെ വയസ്സിലല്ലേ ആദ്യമായിട്ട് അഭിനയിക്കുന്നു? അപ്പം എങ്ങനെ വന്നു? അത് നായികയായിട്ട് വന്നത് കലച്ചേച്ചി അഭിനയിക്കാനിരുന്നേ. ഞാൻ കലച്ചേച്ചിയുടെ കൂടെ പിന്നെ തമിഴ് ഡയലോഗ് സ്ക്രിപ്റ്റ് കൊടുക്കുമെന്ന് പറഞ്ഞു. കലച്ചേച്ചിക്ക് വായിക്കാൻ അറിയാൻ വയ്യ. അപ്പം ഞാൻ സ്കൂളിൽ നിന്ന് വന്ന് ഓടിയതാണ് യൂണിഫോം പോയിട്ട് കലച്ചേച്ചിയുടെ കൂടെ ഈ തമിഴ് വായിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ. അങ്ങനെ പോയതാ. അപ്പം ഡയലോഗ് കൊടുത്തപ്പം കലച്ചേച്ചിക്ക് വായിക്കാൻ അറിയാൻ വയ്യത് ഞാൻ വായിച്ചു കൊടുത്തപ്പം ഭാഗ്യരാജ് സാർ ചീത്ത പറഞ്ഞു. നീ ഇതൊക്കെ പഠിക്കണേ, അങ്ങ് പോയി ഉക്കാർ പോ എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഭയങ്കര ദേഷ്യമായി. കാരണം പുള്ളിയുടെ പടം കാണുമ്പോൾ നല്ല കോമഡി. അതെ. അപ്പം ഞാൻ അമ്മയടുത്ത് പറഞ്ഞ് വൃത്തിയട്ട മനുഷ്യൻ അഭിനയിക്കേ വേണ്ട അമ്മ, വേണ്ടമ്മ, ചീത്ത പറയുന്നമ്മ വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ കലച്ചേച്ചിയുടെ എല്ലാം പറയും 60 ദിവസത്തോളം ഷൂട്ടിങ്ങാന്ന് പറഞ്ഞപ്പോൾ പറ്റത്തില്ല. കലച്ചേച്ചി അപ്കമ്മിങ് ആയിട്ട് തെലുങ്കും തമിഴും മലയാളമൊക്കെ പടം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അന്ന് മലയാളത്തിലൊരു നായികയ്ക്ക് 4-5 ദിവസമൊക്കെ മതി. ആകെപ്പാടെ 10-12 ദിവസമേ ഉള്ളൂ ഒരു പടത്തിന്. അപ്പോൾ അമ്മ പറഞ്ഞു അത് പറ്റില്ല, ഇത്രയും ദിവസം ഒരു സ്ഥലത്തൊന്നും താമസിക്കാൻ പറ്റില്ല. ഞങ്ങളിടയ്ക്ക് ഇങ്ങനെ 4-5 ദിവസം ബേബിയും വലിയ പ്രൊഡക്ഷനുമാണ്. ഭാഗ്യരാജ് സാറും പറഞ്ഞു അത് പറ്റില്ല, അവിടെ വന്നാൽ ഫുൾ അവിടെ നിന്ന് വർക്ക് ചെയ്യണം. ഇടയ്ക്ക് വർക്കില്ലാത്തപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ വന്ന് പോവാം. ശരിയില്ല, ഞങ്ങൾ പോയിട്ട് വരട്ടെ. അങ്ങനെ നമ്മൾ വന്നു. പക്ഷെ 1 മാസം കഴിഞ്ഞ് ഭാഗ്യരാജ് സാർ പറഞ്ഞു കൂടെ വന്ന കുട്ടിയെ വിളിപ്പിക്കണം, അതിനൊരു ക്യാരക്ടറുണ്ട് എന്ന് പറഞ്ഞു. ഹീറോയിനാന്നൊന്നും അറിയത്തില്ല. അപ്പം ആനുവൽ എക്സാമിനേഷൻ 15-ാം തീയതി തുടങ്ങുന്നു, മാർച്ച് 9ാം ക്ലാസ്സിൻ്റെ. 10-ാം തീയതി ഷൂട്ടിംഗ് തുടങ്ങുന്നു. അപ്പം അമ്മ വിചാരിച്ചത് കുട്ടിയുടെ റോളല്ലേ, 3-4 ദിവസം അങ്ങനെ ആയിരിക്കും. അവിടെ ചെന്ന് ഒരാഴ്ചയായി ഞാൻ ആ ഹീറോയിനെ എനിക്ക് തിരിച്ചറിയാൻ. ഇവിടെ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എവിയും പറഞ്ഞു അത് പറ്റില്ല, ഒരാഴ്ച കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു, അതങ്ങനെ നിങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ സിനിമ ബേസ്ഡ് ആയിട്ടുള്ളൊരു ഫാമിലി, നമുക്കങ്ങനെ അത് പറ്റത്തില്ല എന്ന് പറയാൻ പറ്റും. അങ്ങനെ അങ്ങ് വർക്ക് ചെയ്താ. ട്രെയിനിങ് ഒക്കെ തന്നിരുന്നോ? ഒന്നുമില്ല, അങ്ങനെ ട്രെയിനിങ് ഒന്നുമില്ല. അന്ന് ട്രെയിനിങ് മറ്റൊരുപാട് ഹീറോയിൻസിന് അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു AVM സ്റ്റുഡിയോയിൽ. പക്ഷെ എനിക്കതൊന്നും കിട്ടിയില്ല. പക്ഷെ ഞാൻ അതല്ല കേട്ടോ, ഞാൻ അതിന് ആ വർഷം തുടങ്ങിയപ്പോൾ തന്നെ വേറെ 2 സിനിമയും ഞാൻ അഭിനയിച്ചു. ഒരു സ്കൂൾ കുട്ടിയായിട്ടൊരു പടത്തെ അഭിനയിച്ചു. ആ പടത്തിൻ്റെ ലൊക്കേഷനിൽ നിന്ന് അതിൻ്റെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ഫോട്ടോ കൊടുത്തിട്ട് അവിടുന്ന് നേരെ വേറൊരു ഷൂട്ടിങ്ങിനാണ് ഞാൻ പോയേ, കാർത്തിക്കിൻ്റെ കൂടെ ഒരു സിനിമ. പക്ഷെ ഒരുപാട് പ്രായവ്യത്യാസം തോന്നുന്നു എന്ന് പറഞ്ഞ ആ പടം
ബിസിനസ് ആയില്ല. പിന്നെ അതിൻ്റെ കൂടെ വേറൊരു സിനിമ അഭിനയിച്ചു, അതും ഹീറോയേക്കാൾ ഒരുപാട് ഇത് തോന്നുമെന്ന് പറഞ്ഞ് ആയില്ല. ആ പടവും പിന്നെ ഇറങ്ങിയില്ലോ എന്ന് അറിയാൻ വയ്യ. എന്നിട്ടാണ് 3-ാമത്തെ മാസം ഈ പടം ചെയ്യുന്നത്, മുന്താനെ പിടിച്ച് ചെയ്യുന്നത് അല്ലേ. അതാണെങ്കിൽ സൂപ്പർ ഡ്യൂപ്പറായിട്ട് മാറുകയും ചെയ്തല്ലേ. അതിനുശേഷം തമിഴ് തന്നെയായിരുന്നോ കുറേ? തമിഴാണ്. മലയാളത്തിലോട്ട് എപ്പോഴാണ് വരുന്നത്? എത്രാമത്തെ മലയാളത്തിൽ 85 ലാസ്റ്റാണ് വരുന്നത്. അപ്പോഴാണ് വരുന്നത്. 15 വയസ്സ് കഴിഞ്ഞു വരുമ്പോൾ. അന്ന് ബാലേന്ദ്ര മേനോൻ്റെ എൻ്റെ അമ്മൂ നിൻ്റെ ചക്കിയായിരുന്നു കമ്മിറ്റ് ചെയ്ത ഫിലിം. പക്ഷെ റിലീസായത് നിറക്കൂട്ടാണ്. അയ്യോ, അതാണ് ആദ്യം റിലീസ് ചെയ്ത്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഇല്ല. അപ്പോൾ ഏതാ ഇഷ്ടം? തമിഴിൽ അഭിനയിക്കുന്നതായിരുന്നു അന്ന്? മലയാളത്തിലോട്ട് വന്നപ്പോൾ പിന്നെ നമ്മുടെ മലയാളികളെല്ലാം അങ്ങ് ഏറ്റെടുത്തു അല്ലേ? എന്നോട് കമൽ സാറാണ് പറഞ്ഞത്, കമൽഹാസനാണ് പറഞ്ഞത്, നിങ്ങൾക്ക് ലവ് സീൻ അഭിനയിക്കാൻ ബുദ്ധിമുട്ട്. ഞാനിവിടെ വരുന്നതിന് തൊട്ടും അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിച്ചത്. അപ്പോൾ എല്ലാത്തിനും നിങ്ങൾക്ക് ബുദ്ധിമുട്ട്, ഗ്ലാമർ ഡ്രസ്സ് ഇടാൻ പറ്റില്ല, പിന്നെ ലവ് സീൻ പറഞ്ഞാൽ നിങ്ങൾ പറ്റില്ല എന്ന് പറയുന്നു. അപ്പം നിങ്ങൾക്ക് കൂടുതൽ കംഫർട്ടബിൾ നിങ്ങളുടേതല്ല, മലയാളമാണ്. കമൽ സാറിന് വലിയ സെൻറ്റിമെൻറ്റ്സാണ് മലയാളം. അവിടെ ആകുമ്പോൾ നിങ്ങളെ അറിയാം, നിങ്ങളുടെ ഏജ് അറിയാം, എല്ലാം അറിയാം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള റോള് നിങ്ങൾക്ക് നല്ല ക്യാരക്ടേഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പം ബെറ്റർ കൂടുതൽ ഫിലിം അവിടെ ചെയ്യും എന്ന് കമൽഹാസനാണ് അഡ്വൈസ് ചെയ്യുന്നത്. അപ്പോഴേക്കും നമുക്ക് കുറേ ഓഫേഴ്സ് വന്നു. അല്ല ചേച്ചി, മലയാളത്തിൽ വരുന്ന സമയത്ത് ആരായിരുന്നു നിറഞ്ഞു നിന്നിരുന്ന നായിക? നദിയ വന്ന് പോപ്പുലറായി നിൽക്കുന്നു, ശോഭന പോപ്പുലറായിട്ട് നിൽക്കുന്നു, രോഹിണി, റഹ്മാൻ, അങ്ങനെ പറഞ്ഞിട്ട് അവർ നിൽക്കുന്നു. കുറേ പേരുണ്ടായിരുന്നു അന്ന്. സീമ ചേച്ചി, മേനോ ചേച്ചിയൊക്കെ അതിൻ്റെ മുമ്പത്തെ ജനറേഷനായിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഞാൻ വന്നു, പിന്നെ പാർവതി വന്നു, സിത്താര വന്നു, പിന്നെ അങ്ങനെ സ്മൂത്തായിട്ട് അങ്ങ് പോയി. പിന്നീട് ഈ സെലക്ഷൻ എങ്ങനെയായിരുന്നു? അതായത് ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, തമിഴിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന, തമിഴ് ആസ്വാദകർക്ക് ഇഷ്ടപ്പെടുന്ന വേറൊരു ജാനറിൽപ്പെട്ട ഇതാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ അല്ലേ, മലയാളികൾ അക്കാര്യത്തിലൊക്കെ കുറച്ചുകൂടെ ഒരു വളരെ പുരോഗമനപരമായിട്ട് ചിന്തിക്കുന്ന ആളുകളാണ്. മാത്രമല്ല ഈ കുടുംബ ബന്ധം അത് സൂക്ഷ്മമായിട്ട് അവലോകനം ചെയ്യുന്ന, അനാവരണം ചെയ്യുന്ന ചിത്രങ്ങളൊക്കെയല്ലേ പ്രേക്ഷകർക്ക് ഇഷ്ടം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പം നമ്മുടെ കുടുംബത്തിലൊരംഗം എന്ന നിലയിൽ ഉർവശിയെ പ്രേക്ഷകർ അങ്ങ് ഏറ്റെടുക്കുകയായിരുന്നില്ല അല്ലേ? തീർച്ചയായിട്ടും. അതിന് തൊട്ട് മുൻപുള്ള മലയാള സിനിമ അതായിരുന്നില്ല. കാരണം ചെന്നൈയിലൊക്കെ പടം റിലീസ് ചെയ്യുമ്പോൾ മലയാളം എന്ന് പറയുമ്പോൾ നമുക്ക് എന്തോ ഒരു കുറച്ചിലായിരുന്നു. സത്രത്തിലൊരു രാത്രി, അങ്ങനെ അവിടത്തേക്ക് വേണ്ടിയും കൂടെ കുറച്ച് ഷൂട്ട് ചെയ്തിട്ട് രതി നിർവേദം, അതൊക്കെ വലിയായിട്ടുള്ള സിനിമകളാണ് വന്നുകൊണ്ടിരുന്നത്. മമ്മൂക്കയുടെ ഒക്കെ എൻട്രിക്ക് ശേഷമാണ് അത് മാറ്റം വന്നത്. തീർച്ചയായിട്ടും ആ കാര്യത്തിൽ മമ്മൂക്കയെ പ്രത്യേകം പ്രശംസിക്കേണ്ടതുണ്ട്. സ്റ്റാർട്ടിങ് സമയത്ത് അദ്ദേഹവും ചെറുതായിട്ടൊക്കെ പടങ്ങൾ ചെയ്തിരുന്നെങ്കിലും ബോധപൂർവ്വം അദ്ദേഹം അത് മാറ്റിയെടുത്തു. അപ്പം ഞാൻ വന്നപ്പോഴേക്കും ഓൾമോസ്റ്റ് ഒരു ക്ലീൻ ഫിലിംസിൻ്റെ കാലമായിരുന്നു. ലവ് സീൻസ് പോലും ക്ലോസ് ആയിട്ടില്ലാത്തൊരു കാലം അങ്ങനെയായിരുന്നു. അപ്പോൾ എന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് അവരുടെ കുടുംബത്തിലൊരു അംഗത്തെ പോലുള്ള ഒരു ഇമേജ് തന്നെ തന്നു മലയാളം. അത് വലിയൊരു അത്ഭുതമാണ് അന്നും ഇന്നും. ഇപ്പോഴും അതിന് മാറ്റമൊന്നുമില്ല. ശാസിക്കുമ്പോഴും വീട്ടിലുള്ള ഒരാളെ ശാസിക്കുന്ന പോലെ ശാസിക്കാറുള്ളൂ, അല്ലാതെ ഒരു സിനിമാ താരത്തെ പറയുന്ന പോലെ അങ്ങനെ പറയാറില്ല. അതൊരു ഭാഗ്യമാണ്. അല്ല, മലയാളത്തിലെ മഹാന്മാരായിട്ടുള്ള എല്ലാ നടന്മാരുടെയും നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ടല്ലോ അല്ലേ? നെടുമുടി, മുരളി, മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ശ്രീനിവാസൻ, ജയറാം എല്ലാവരുമായിട്ടും അഭിനയിച്ചു. ഒരുവിധമുള്ള എല്ലാവരുമായിട്ടും അഭിനയിക്കാനുള്ള ഭാഗ്യമുണ്ടായി. നല്ല സിനിമകളും നല്ല ഡയറക്ടേഴ്സിൻ്റെ സിനിമകളും അഭിനയിക്കാൻ പറ്റി. പിന്നെ പല ഡയറക്ടേഴ്സിൻ്റെയും പടത്തിലെ സ്ഥിരം നായികയാവാൻ പറ്റി. പിന്നെ സ്ഥിരം നായികയാവാൻ പറ്റാത്ത ഡയറക്ടറാണെങ്കിൽ ഞാൻ അഭിനയിക്കാതെ വന്നിട്ടുണ്ട്. പക്ഷെ എല്ലാം കൊണ്ട് എനിക്ക് തോന്നുന്നു പല കാര്യങ്ങളിലും ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം, ഗുരുക്കന്മാരുടെ അനുഗ്രഹം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അല്ല, ഒരുപാട് ചേച്ചിയുടെ മാനറിസംസ് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഇങ്ങനെ തങ്ങി നിൽക്കുന്ന ഒരുപാട് മാനറിസംസ് ഉണ്ട്.
ഇപ്പം എനിക്കൊന്ന് കുറുമ്പ് കാണിക്കുന്ന ഉർവശി, പിന്നെ കുശുമ്പ് ഉള്ള ഉർവശി അല്ലേ? അത് ഒരു എക്സ്റ്റൻറ്റിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഉള്ളൊഴുക്കിലെ ലീലാമ്മ, ഓ വെരി ടച്ചിങ് കേട്ടോ. എങ്ങനെയാണ് ഇങ്ങനെയുള്ള ക്യാരക്ടറൊക്കെ ചെയ്യാൻ പറ്റുന്നത്? ഇതിൽ എന്തെങ്കിലും ഒരു റിഹേഴ്സൽ നടത്താറുണ്ടോ? ഇല്ല ഇല്ല, അതെനിക്ക് അറിയത്തില്ല അനിൽ. എനിക്കറിയാൻ വയ്യ അതൊന്നും. കാരണം ആ സമയത്ത് ഡയറക്ടർ ആക്ഷൻ എന്ന് പറയുമ്പം ഞാൻ എന്ത് ചെയ്യുന്നു അതേ അറിയത്തുള്ളൂ. നേരത്തെ കൂട്ടി ഒന്നും അറിയത്തില്ല. ഇപ്പം വർക്ക്ഷോപ്സ് ഒന്നും പറഞ്ഞാൽ മെന്റലി പ്രിപ്പയർ ചെയ്യാറില്ലേ? ഇല്ല 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 ഇല്ല, ഒരു പ്രിപ്പറേഷനും ഇല്ല ഇല്ല ഇല്ല, അതറിയത്തില്ല. ഞാൻ എൻ്റെ ഡയറക്ടേഴ്സിനെ വിശ്വസിച്ചല്ലേ അഭിനയിക്കുന്നത്. ഞാൻ ചെയ്യുന്ന ഓക്കെ ആണെന്ന് അവർ പറയുന്നുണ്ടല്ലോ, ഓക്കെ അല്ലെങ്കിലും പറയുന്നുണ്ട്. നേരത്തെ കൂട്ടി പറഞ്ഞാൽ എന്തോന്ന് അറിയുമോ, അതല്ല ഞാൻ ക്യാമറയുടെ മുമ്പ് വരുമ്പോൾ ചെയ്യുന്നത്. എനിക്ക് എന്നെയും ജഡ്ജി അറിയാൻ വയ്യ. അതുകൊണ്ട് നേരത്തെ ഇപ്പോൾ സൂര്യരേ പോറ്റർ അങ്ങനെ ചില ഫിലിംസൊക്കെ നേരത്തെ എല്ലാവരും കൂടി ആയിട്ടൊരു വർക്ക്ഷോപ്പ് സ്ക്രിപ്റ്റ് വെച്ച് ചെയ്യാം. ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല, ഞാനിതാ ചെയ്യാൻ പോകുന്നതെന്ന് അവർ പ്രിപ്പയർ ആവും. ഇങ്ങനെ ആയിരിക്കും ചെയ്യാൻ പോകുന്നു, ഞാൻ ഇതേ ആയിരിക്കത്തില്ല അവിടെ വരുമ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അത് അവർക്ക് ബുദ്ധിമുട്ടാവും. ചില ആർട്ടിസ്റ്റൊക്കെ നല്ലോണം പ്രിപ്പയർ ചെയ്യുമ്പം എനിക്കവരോട് അസൂയ വരും. എനിക്കങ്ങനെ ഒക്കുന്നില്ല. അല്ല, ഉള്ളൊഴുക്കിൽ ആ പാർവതിയുടെ കഥാപാത്രം അഞ്ജു അല്ലേ? അഞ്ജു. അപ്പോൾ അഞ്ജുവിനോട് അങ്ങേയറ്റം സ്നേഹിക്കുന്നു. പിന്നെ മകൻ മരണപ്പെട്ട ശേഷം എല്ലാം അഞ്ജു ആണെന്നുള്ള ഇതിൽ വരുന്നു. പിന്നെ ഈ അഞ്ജുവിന് പുറത്തൊരു സുഹൃത്തുണ്ട് എന്ന് മനസ്സിലാവുന്നു. ആ സമയത്തൊക്കെയുള്ള ആ ഒരു ഷിഫ്റ്റ് ഉണ്ടല്ലോ, ആ സ്നേഹത്തിൽ നിന്ന് പെട്ടെന്നൊരു ഇവളെന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്നുള്ളൊരു ഫീലിംഗ്, അതിനുള്ള ആ ഒരു ഷിഫ്റ്റിൽ വരുന്ന ആ ഒരു എക്സ്പ്രഷൻ, പിന്നെ ഗർഭിണിയാണ് എന്ന് മനസ്സിലായപ്പോഴുള്ള ആ ഒരു ഷിഫ്റ്റ്, ഇങ്ങനെ മാറി 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 ഭാവങ്ങൾ ഇങ്ങനെ വരികയല്ലേ. മാത്രമല്ല അങ്ങേയറ്റം ഹൃദയസ്പൃക്കായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതാണ് പറഞ്ഞ സത്യത്തിൽ നമസ്കരിക്കുന്നു കേട്ടോ. അതാ ഞാൻ ചോദിച്ചത്, ഇത് മെൻ്റലി പ്രിപ്പയർഡ് ആയിട്ടാണോ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? അതും ആ ഒരു സ്പോട്ടിലേ പറ്റുള്ളൂ. എനിക്ക് അങ്ങനെ പറ്റുള്ളൂ. എനിക്ക് ആഗ്രഹമുണ്ട് നേരത്തെ പ്രിപ്പയർ ചെയ്ത് കുറച്ച് ഇങ്ങനെയൊക്കെ ആവാമെന്ന്. പക്ഷെ എനിക്ക് അറിയാൻ വയ്യ. ടേക്ക് എടുക്കാറുണ്ടോ? ഇല്ല ഇല്ല, അങ്ങനെ ടേക്ക് ഇല്ല. നാച്ചുറലായിട്ട് അങ്ങനെ ഒരു ടേക്ക് എടുത്തിട്ടില്ല അതിനകത്ത്. ഇല്ല, ഒറ്റയടിക്ക് ഒരു ഫ്ലോയിലങ്ങ് വരും. അങ്ങനെ. പക്ഷെ ഞാൻ ഫീൽ ചെയ്യും. സ്ക്രിപ്റ്റ് എനിക്ക് ഫീൽ ചെയ്താണെങ്കിൽ എൻ്റെ മനസ്സിൽ ഞാനാണതെന്ന് ഞാൻ ഫീൽ ചെയ്യും. അത് ഉറപ്പായിട്ടും അത്രയും സമയം ഞാൻ തന്നെ ആയിരിക്കും. കാരണം എന്താ അറിയോ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നോക്കണ്ടേ. എൻ്റെ കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റിൻ്റെ മുഖത്ത് ഞാൻ നിന്നിട്ട് ലൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ടോ, എൻ്റെ പൊസിഷനിലാണോ, ഇട്ടിരിക്കുന്ന ലെൻസ് ഇന്ന ലെൻസാണ്, അതിന് ഔട്ട് ഫോക്കസ് വരാൻ പാടില്ല, ആ മിനിമം ഡിഗ്രി ഞാൻ നിൽക്കണം. ഇത്രയൊക്കെ എൻ്റെ മനസ്സിലുണ്ടാവണ്ടേ. ഇതും കടന്ന് ഞാൻ ഒരാളാവണം. അപ്പോൾ ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി ആയിട്ട് നിൽക്കാനേ പറ്റൂ. അതെങ്ങനെയൊക്കെയോ അങ്ങനെയൊക്കെ കടന്നു പോകുന്നു. ഉള്ളൊഴുക്കിൽ അഭിനയത്തിന് പുരസ്കാരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല, ഞാൻ എൻ്റെ ഒരു സിനിമയ്ക്കും പുരസ്കാരത്തിന് വേണ്ടി അഭിനയിക്കാറില്ല. കിട്ടിയാൽ സന്തോഷം, കിട്ടിയില്ലേ അതിനേക്കാൾ സന്തോഷം, അത്രയേ ഉള്ളൂ. ഞാൻ ആ സിനിമ ഓടണേ എന്ന് പ്രാർത്ഥിക്കും. കാരണം ഓടാൻ വേണ്ടിയല്ലേ സിനിമ എടുക്കുന്നത്. ഈശ്വര ഇത് ഓടണേ. കാരണം ഒരുപാട് പേരുടെ ജീവിതം ഒരു സിനിമ, ഒരാളിൻ്റെ മാത്രമല്ല. ഒരു ഡയറക്ടറുടെ ഫസ്റ്റ് ഫിലിം, അയാൾ തന്നെയാണ് എൻ്റെ റൈറ്റർ. 8 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം അയാളൊരു പടം ചെയ്യുകയാണ്. എനിക്ക് വേണ്ടിയും കുറേ വെയിറ്റ് ചെയ്തു. ഫിലിം മേക്കറാണ്. അപ്പം ഷഹനാദ് ഒരു ക്യാമറമാൻ, അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ്. സുഷിൻ ശ്യാം ഒരു മ്യൂസിക് ഡയറക്ടർ. ആവേശം പടം ചെയ്ത ആളല്ല ഈ പടത്തിലെ മ്യൂസിക്. അത്ര ആ വെള്ളത്തിലൊക്കെ പോകുന്ന ഷോട്ടിലൊക്കെ സുഷിൻ്റെ മ്യൂസിക് ഒരു എന്താ പറയുക, കായലിൻ്റെ ഒരു എന്താ പറയുക, ഒരു അപാരതയോ ഒരു കടലിനേക്കാൾ എഫക്റ്റ് കൊടുത്തിട്ടുള്ള. അപ്പം അങ്ങനെയുള്ള ഒരുപാട് പേരുടെ വർക്ക് അതിനകത്തുണ്ട്. അതിന് നമ്മളും ഉണ്ട്. അപ്പോൾ ഈശ്വര അത് പടം നല്ലോണം ഓടണം. ബോംബെ എന്നുള്ള പ്രൊഡ്യൂസേഴ്സ് ഇവിടെ വന്നൊരു പടം ചെയ്യാൻ ഒരു മനസ്സ് കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനിയും പോസിറ്റീവായിട്ട് വിചാരിച്ച് ഇവിടെ ഒരുപാട് പടം അവർ ചെയ്യണം. നല്ലൊരു മെസ്സേജ് കൂടി കൊടുക്കുന്നുണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും. അല്ലേ? സ്നേഹം കൊണ്ട് ആരെയും തോൽപ്പിക്കാൻ പറ്റുമെന്നുള്ളൊരു വലിയ മെസ്സേജാണ്.
അത് മാത്രമല്ല ജെന്യൂനായിട്ട് ആരാണ് സ്നേഹിക്കുന്നതെന്ന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. കാരണം അമ്മയാവാൻ പ്രസവിക്കണ്ട, അതാണ് ഒരു വലിയ കാര്യം. പിന്നെ ഒരു സ്നേഹം എന്ന് പറഞ്ഞ ഒരു സംഗതിക്ക് വേണ്ടി ഏതറ്റം വരെയും തോൽക്കാൻ തയ്യാറാവുന്നത് ഒരു വലിയ കാര്യമാണ്. ജീവിതത്തിൽ ഈ മത്സരത്തിനിടയ്ക്ക് ഞാൻ തോറ്റുപോകുമെന്ന് വിചാരിക്കും, സത്യത്തിൽ ജയിക്കാൻ നോക്കുന്നവനാ തോറ്റുപോകുന്നത്. സത്യം. അത് മനസ്സിലാക്കുന്നില്ല. ഒരു പ്രായം കഴിഞ്ഞ് മനസ്സിലാക്കുമ്പോൾ ഒരുപാട് കടന്നു പോയിരിക്കും. അച്ചുവിൻ്റെ അമ്മ അതിലെ ക്യാരക്ടറിനായിരുന്നു നേരത്തെ അല്ലേ മികച്ച സഹനടിക്കുള്ള പുരസ്കാരം, ദേശീയ പുരസ്കാരം കിട്ടിയത്. ഇപ്പോൾ ഉള്ളൊഴുക്കിലെ അഭിനയത്തിനും അങ്ങനെ ഒരു പുരസ്കാരം കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഇത് രണ്ടും എങ്ങനെയാണ് താരതമ്യം ചെയ്യുന്നത്? അച്ചുവിൻ്റെ അമ്മ എന്ന് പറയുന്നത് ഈ സമൂഹത്തിലെ നമ്മളെപ്പോഴും കാണുന്ന വളരെ ലൈവായിട്ടൊരു സ്ത്രീ. അവർ പ്രസവിച്ചിട്ടില്ല, പക്ഷേ ഈ ഒരു ത്യാഗം, ഞാനൊരു നന്മമരമാണ് എന്ന് ഒട്ടും ആരെയും ബോധിപ്പിക്കാൻ താല്പര്യമില്ലാത്തൊരു സ്ത്രീ. ജീവിക്കണമെന്ന് മറ്റുള്ളവരെയും കൂടെ പ്രേരിപ്പിക്കുന്ന ഒരു സ്ത്രീ. അവർ വൈകുന്നേരം വീട്ടിൽ നിന്ന് തുണി തയ്ക്കും, LIC ഏജൻ്റായിട്ട് വർക്ക് ചെയ്യും, വേറെ എന്തെങ്കിലുമൊക്കെ ചിട്ടി പിടിക്കും, അല്ലെങ്കിൽ കോഴിമുട്ട വയ്ക്കും. അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്കൊരു കൂട്ടുണ്ട്, എൻ്റെ മകള്. അങ്ങനെ പറയുന്നവർ നമുക്ക് ഭയങ്കരമായിട്ടൊരു ഊർജം തരുന്നൊരു സ്ത്രീയാണ്. ലീലാമ്മയും ഊർജം തരുന്നുണ്ട്, പക്ഷെ അത് മറ്റൊരു തരത്തിലാണ്. കുടുംബത്തിൻ്റെ മാനം കാക്കണം. എനിക്ക് കരയാൻ സമയമില്ല, ഞാൻ കരഞ്ഞാൽ ഞാൻ തോറ്റുപോകും, എൻ്റെ കുടുംബത്തിൻ്റെ ആഢ്യത്വം ഞാൻ നിലനിർത്തണം, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന മറ്റൊരു മുഖമുള്ളൊരു സ്ത്രീയാണ്. ഒരുപാട് സഹിക്കാൻ കെൽപ്പുള്ളൊരു സ്ത്രീ. രണ്ട് ജോണറാണ്, കമ്പയർ ചെയ്യാൻ പറ്റില്ല നമുക്ക്.